ഇന്നലെ അപ്പാനി ബിൻസി പ്രശ്നത്തിൽ അനിമോൾക്കെതിരെയായിരുന്നു എല്ലാവരും കൂട്ടത്തോടെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ആദില നൂറ എന്ന രണ്ട് കൊടും വിഷങ്ങളായിരുന്നു ഇതിലെ പ്രധാന കണ്ണികൾ. എന്നിട്ട് ലാസ്റ്റ് ബിൻസിയുടെ അപ്പാനി ശരത്തിൻ്റെയും കൂടെ നിന്നിട്ട് അനിമോൾക്കെതിരെ ഇന്നലെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അനിമോളാണ് ഈ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ബിൻസി ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് അപ്പാനിയുടെ അടുത്ത് പോയിരുന്ന് എന്നിട്ട് ആ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇരുന്നതും ബിൻസി എങ്ങനെയാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇതാക്കിയതൊക്കെ ഉള്ള ആക്ഷൻ ആദില കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. പാവം വാവ കുഞ്ഞുങ്ങളായിരുന്നു. അതുകൊണ്ട് അനിമോളാണ് എല്ലാം ഞങ്ങളോട് പറഞ്ഞതെന്ന്. പക്ഷേ ആദിലയും നൂറയും തന്നെയാണ് ഓരോന്നും അനിമോളടുത്ത് പറഞ്ഞതും. ഇത് ചെന്ന് ഷാനവാസിൻ്റെ അടുത്ത്, ആങ്ങളയായ ഷാനവാസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതും ആദിലയും നൂറയാണ്. ആദിലയും നൂറയും കൂടെ ശൈത്യയും കൂടെ ചേർന്നിട്ടും ഷാനവാസിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഷാനവാസ് അപ്പാനി ശരത്തിൻ്റെ നേരെ അന്ന് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അല്ലാതെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസ് ആദ്യം കണ്ടിട്ടല്ല പറഞ്ഞത്. ആദിലയും നൂറയാണ് ഷാനവാസിനോട് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഈ കൊടുവിഷങ്ങളും കട്ടപ്പയും ലാസ്റ്റ് തിരിഞ്ഞ് നിന്ന് അനിമോൾക്കെതിരെ കുത്തുകയായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അനിമോളൊന്നും മിണ്ടില്ല. അപ്പോൾ അനിമോൾ ചോദിക്കുന്നത് ഞാൻ മാത്രമാണ്, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ, നിങ്ങളെന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളല്ല, നീയാണ് എല്ലാത്തിനും കാരണം, ഞങ്ങൾക്ക് അറിയാനേ വയ്യായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അപ്പാനിയോട് ചെന്ന് സോറി പറയുമായിരുന്നു എന്ന്. അങ്ങനെ അപ്പാനിയും ബിൻസിയും അവരെ അങ്ങ് പൊക്കി. ഇവർക്ക് അറിയത്തില്ല, ഇവർ നീ കൊണ്ട് തെറ്റിദ്ധരിച്ചാണ് അവർ ഞങ്ങളെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതും എല്ലാം. അല്ലാതെ അവർക്കറിയത്തില്ല. ഈ ഇണ്ണെണ്ണ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒന്നും അറിയത്തില്ല മുതുക്കികൾക്ക്. എന്തൊക്കെ ഒപ്പിച്ച് പാവം അനിമോൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഇവളുമാരുടെ എല്ലാവരുടെയും വായിലിരിക്കുന്ന കേട്ടിട്ടും അനങ്ങാതിരുന്നു.